പ്രിയമുള്ളവരെ, ക്രൈസ്തവ ചിന്ത പത്രാധിപർ ശ്രീ കെ എൻ റസൽ ചില നാളുകൾക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ VM മാത്യു അവാർഡ് എന്ന പേരിൽ ഒരു പുരസ്കാര പദ്ധതി ആരംഭിക്കുന്ന കാലം ഞാൻ അന്നത്തെ ബിലീവേഴ്സ് ചാനൽ ചെയ്തു വന്ന മാധ്യമ വിചാരം എന്ന കോളം ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. ഗുഡ് ന്യൂസിൻ്റെ സ്ഥാപകനാണ് പരേതനായ VM മാത്യു സാറ്. ഗുഡ് ന്യൂസ് പോലും ശ്രദ്ധിക്കാതെ പോയ ഒരു മേഖലയിലാണ് കെ എൻ റസൽ ശ്രദ്ധ ഊന്നിയത് എന്നാണ് ഞാൻ അന്ന് എഴുതിയത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഗുഡ് ന്യൂസിനെ ഇകഴ്ത്തി കാണിക്കാൻ പറയുന്നതല്ല, അന്ന് എഴുതിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അന്നത്തെ പക്വതയ്ക്ക് എഴുതിയ കാര്യങ്ങളാകുമ്പോൾ അതിൽ അറിവുകേടിൻ്റെ കൂടിയൊരു സ്വാധീനത ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ശ്രമം ശ്രീ റസൽ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു. വർഷങ്ങളായിട്ട് അത് അർഹതപ്പെട്ടവരെ കണ്ടെത്തി നൽകുന്ന ഒരു രീതിയും തുടർന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഏറ്റവും ഒടുവിൽ ഈ VM മാത്യു അവാർഡിന് അർഹനായ ശ്രീ മാത്യു സാമുവലിനെ കുറിച്ചും VM മാത്യു അവാർഡിനെ കുറിച്ചും ഞാൻ ഒരു പരാമർശം നടത്തേണ്ടതിനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആരാണ് ഈ VM മാത്യു സാറ്? അത് ക്രൈസ്തവരായ പെന്തക്കോസ്ത് സമൂഹത്തിലെ ആളുകൾക്കും ബ്രദറൻ പശ്ചാത്തലത്തിലുള്ളവർക്കും അദ്ദേഹം പരിചിതനാണ്. എന്നാൽ സംസ്ഥാന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി അവിടുത്തെ അഴിമതി തുടച്ചു നീക്കിക്കൊണ്ട് സുശക്തമായ ഇടപെടൽ നടത്തി പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ബ്യൂറോക്രാറ്റാണ് ബഹുമാനപ്പെട്ട പരേതനായ VM മാത്യു സാറ്. അദ്ദേഹം ആ കാർക്കശ്യ ബുദ്ധി ജീവിതത്തിൽ ഉടനീളം പുലർത്തുകയും നിരവധി ശത്രുക്കളുണ്ടാകുകയും കുറേയേറെ മിത്രങ്ങളുണ്ടാകുകയും ചെയ്തു. വാസ്തവത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ക്രിസ്തീയ പത്രപ്രവർത്തകർക്ക് ആമുഖം അദ്ദേഹമാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഒരു പൂർവഗാമി എന്ന് പറയുന്നത് തെറ്റല്ല. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ധാരാളം ആളുകളെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഗുഡ് ന്യൂസ് എന്ന ഒരു വാർത്താ പത്രിക, അതും ആഴ്ചപ്പതിപ്പ്, പിന്നീടാണ് ആഴ്ചപ്പതിപ്പാകുന്നത്, അതിന് തുടക്കം കുറിച്ചു. അതിലൂടെ മാധ്യമപ്രവർത്തനം നടത്തി മുന്നോട്ട് വന്ന ആളുകളാണ് പ്രിയപ്പെട്ട സാങ്കുട്ടി ചാക്കോ നിലമ്പൂര്, ബിജോയ്സ് കറിയ, അതുപോലെ അച്ചൻകുഞ്ഞിലന്തൂർ, കെ എൻ റസൽ, ഇവരൊക്കെ തന്നെ അങ്ങനെയാണ്. പിന്നെയും ധാരാളം പേരുകൾ ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നും ഇവർ സജീവമായി നിൽക്കുന്നതുകൊണ്ട് അവരുടെ പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ മാധ്യമം ആരംഭിക്കുന്നത് ഒരു വേദനയിൽ നിന്നാണ്. കാരണം അരികുവൽക്കരിക്കപ്പെട്ട, പ്രാന്തവൽക്കരിക്കപ്പെട്ടൊരു കമ്മ്യൂണിറ്റിയാണ് അന്ന് പെന്തക്കോസ്ത്. സമൂഹമധ്യേ അവഗണിക്കപ്പെടേണ്ടവരായോ ഒഴിവാക്കപ്പെടേണ്ടവരായോ ഒക്കെ കണ്ട ഒരു സമൂഹം. അപ്പോൾ അവർക്ക് തമ്മിൽ ഉണ്ടാകേണ്ട ആത്മബന്ധത്തെക്കുറിച്ചും സഭകൾ പരസ്പരം പുലർത്തേണ്ട ഐക്യബോധത്തെപ്പറ്റിയുമൊക്കെ നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്ന VM മാത്യു സാർ. അദ്ദേഹത്തിനൊരു ടീം വർക്ക് എന്ന നിലയിൽ കുറേയേറെ ആളുകളെ കിട്ടി. അങ്ങനെ ഗുഡ് ന്യൂസ് പെന്തക്കോസ്ത് മാധ്യമ മേഖലയിലെ ഒരു സമഗ്രാധിപത്യം നിലനിർത്തി. അദ്ദേഹത്തിൻ്റെ കാലശേഷം അതിന്നും തുടരുന്നു. അച്ചടിയും അത്തരത്തിലുള്ള മാധ്യമ സംസ്കാരം പൊതുവിൽ കുറേ പിന്നോട്ടടിക്കപ്പെട്ട് ഘട്ടത്തിലും ഗുഡ് ന്യൂസ് നിലനിൽക്കുന്നു എന്നത് അഭിനന്ദനാർഹമായ വസ്തുതയാണ്. ഇനി ക്രൈസ്തവ ചിന്ത വേറിട്ടൊരു കാഴ്ചപ്പാടോടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും കുറേ സാമൂഹ്യ പ്രതിബദ്ധതയും രാഷ്ട്രീയ അവബോധവും സമൂഹത്തിലെത്തിക്കുന്നതിൽ ശ്രീ കെ എൻ റസലും അദ്ദേഹത്തിൻ്റെ ചരിത്ര പണ്ഡിതയായ ഡോക്ടർ ഓമന റസലും ഒക്കെ വഹിച്ച പങ്ക് വളരെയാണ്. അതിൻ്റെ മാനുവൽ എഡിഷനിലൊക്കെ തന്നെ ഞാനൊരു രാഷ്ട്രീയ ലേഖനം എഴുതുമായിരുന്നു. സന്ദർഭശാൽ ഓർത്തു എന്നേ ഉള്ളൂ. അങ്ങനെ കെ എൻ റസൽ ഒരു നിർദ്ദേശമായി, ഒരു താല്പര്യമായി മുമ്പോട്ട് വെച്ച ഈ VM മാത്യു അവാർഡ് ഒന്ന്
വി എം മാത്യുവിൻ്റെ പേരിൽ കൊടുക്കുന്നു എന്നതും അത് വളരെ പഠനം നടത്തി അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നതും അതിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ഈ അവാർഡ് പ്രിയപ്പെട്ട മാത്യു സാമുവൽ സാർ കൈപ്പറ്റുന്നതോടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ലഭിക്കാവുന്ന ഈ സമൂഹത്തിൻ്റെ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ നന്ദി സൂചകമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് ഏറ്റവും ശക്തമായി എന്താണ് ഈ പെന്തക്കോസ്ത് സമൂഹമെന്ന് പൊതുജനത്തെ അറിയിക്കുന്നതിൽ മാത്യു സാമുവൽ വഹിക്കുന്ന പങ്ക് വളരെയാണ്. എങ്ങനെയാണ് അത് കാര്യക്ഷമമായി ജനങ്ങളിൽ അതിൻ്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും എത്തിക്കുന്നത്? അത് കേവലമായ മതപരിവർത്തനം എന്ന ഒരു ലേബലിൽ ഒതുങ്ങി നിന്ന് അങ്ങനെ പരിമിതപ്പെട്ട് കാണേണ്ടതാണോ അല്ലയോ എന്ന് ഡാറ്റ നിരത്തി വസ്തുതകളെ അവലംബമാക്കി ശ്രീ മാത്യു സാമുവൽ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ നിരന്തരം ഒരു പ്രചരണം നടത്തുകയും അത് അധികാര സമൂഹവും അതുപോലെ സുവിശേഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ മറ്റിതര സമൂഹങ്ങളും മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നതും ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. അകാരണമായി സുവിശേഷകർ ആക്രമിക്കപ്പെടുകയോ അവരെ വിവേചന ബുദ്ധിയോടെ കാണുകയോ ഭരണഘടന നൽകുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ ഉജ്ജ്വലമായൊരു പൗരബോധത്തോടെ ആ പ്രശ്നത്തിൽ ചാടി വീഴുകയും ആക്രമണോത്സുകതയോടെ തന്നെ ആശയ പടവാൾ ഉയർത്തുകയും ചെയ്തുകൊണ്ട് മാത്യു സാമുവൽ നിർവഹിക്കുന്ന ആന്തോളനം ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അദ്ദേഹം കൂടുതൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം മറ്റ് ഇതര ആളുകളാൽ ആശയപരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. നിർഭയമായി അദ്ദേഹം തൻ്റെ ദൗത്യപാതയിൽ മുമ്പോട്ട് പോകുന്നു എന്നത് ശ്രദ്ധേയമായി ഞാൻ കാണുന്നു. എന്നാൽ അതിന് അദ്ദേഹം തൻ്റെ അത്തരത്തിലെ ആർജവം മുൻപും തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ സമരം ആകെ ഒരു ഇല്ല എന്ന് തന്നെ ഞാൻ കാണുന്നു. കാരണം അദ്ദേഹം മുമ്പ് നടത്തി വന്ന മാധ്യമ ഇടപെടൽ കൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ, ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ, അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയെ, അതിൻ്റെ മേധാവിത്വത്തെ മുഴുവൻ അടിമുടി വിറപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഇടപെടൽ നടത്തിയ ഒരു ഭൂതകാലം മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പാഠപുസ്തകമാണ്. ഞാൻ എൻ്റെ ഒരു മുൻ വീഡിയോയിൽ ഇക്കാലഘട്ടങ്ങളിൽ ഇന്ത്യ കണ്ട ഒന്നാം നിര മാധ്യമപ്രവർത്തകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചപ്പോൾ ധാരാളം ആളുകൾ വിമർശനത്തോടെ താഴെ കമൻ്റ് ഇട്ടു. അത്തരം കമൻറ്റുകളോട് പ്രതികരിക്കേണ്ടതില്ല. കാരണം മാധ്യമപ്രവർത്തനം എന്ന് വെച്ചാൽ എന്തായിരിക്കണം എന്ന് വളരെ കൃത്യതയോടെ ബോധ്യപ്പെടുത്തി തന്ന അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ അവരുടെ നിരീക്ഷണത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യതയില്ല. ഏതായാലും പ്രിയപ്പെട്ട മാത്യു സാമുവൽ സാർ വി എം മാത്യു പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ അതിനെ ഉപസംഹരിക്കുന്നു. ഈ പുരസ്കാരം വഴി വി എം മാത്യു സാറിൻ്റെ പേരിൽ ലഭിക്കുന്ന പുരസ്കാരം വഴി അത് ബഹുമാനപ്പെട്ട മാത്യു സാമുവൽ സാറിനോടുള്ള പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ നന്ദിയും കടപ്പാടുമാണ്. ഇതുവഴി ഇത് ഏറ്റുവാങ്ങുക വഴി കൂടുതലായി ഈ പുരസ്കാരവും ഈ പുരസ്കാരം നൽകുന്ന ക്രൈസ്തവ ചിന്തയും കൂടുതൽ സമൂഹമധ്യേ സ്വീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പുരസ്കാര ജേതാവായ മാത്യു സാമുവലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ, പെന്തക്കോസ്ത് സമൂഹത്തെ മുഖ്യധാരയിൽ പരിചയപ്പെടുത്തുന്നതിലുള്ള ഹൃദയം നിറഞ്ഞ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.